ഇതൊരു മിസ്റ്റർ കുക്കിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇത് വർക്കിംഗ് കണ്ടീഷനാണ്, പക്ഷേ ഉപയോഗിക്കുമ്പോൾ കരിഞ്ഞ ഒരു സ്മെല്ല് വരുന്നെന്നുള്ളൊരു കംപ്ലൈൻ്റാണ് വന്നിരിക്കുന്നത്. ഓണാകുന്നൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ വെച്ചാൽ ചൂടാകും, പക്ഷെ കരിഞ്ഞ മണം വരും. അതെന്താ നമുക്ക് അഴിച്ചു നോക്കാം. സ്ക്രൂസുകളൊക്കെ അഴിച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കോയിൽ ഊരിയപ്പോൾ തന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഈ രണ്ട് കോയിൽ നിന്ന് വരുന്ന ഈ ഒരു ലൈൻ ലൂസാണ്. ഇവിടെ ഇത് ആർക്കടിച്ചിരിക്കുക. ഇതിന് കരിയുന്നത് കൊണ്ടാണ് ഇവിടെ കരിഞ്ഞ മണം കസ്റ്റമറിനുണ്ടാകുന്നത്. ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ബോർഡിൻ്റെ ബാക്ക് സൈഡാണ്, അവിടെയും കരിഞ്ഞിതായിരുന്നു. ഇതെല്ലാം ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ആർക്കടിച്ചപ്പോൾ ഈ 0.33 കപ്പാസിറ്റർ കരിഞ്ഞിട്ടുണ്ട്. അതുകൂടെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോക്കറ്റിൻ്റെ മേൽഭാഗം ഫയൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് വശം സോൾഡർ ചെയ്ത് ഒരു ജമ്പർ അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഉരുകിപ്പോയ 0.33 കപ്പാസിറ്ററിന് പകരം പുതിയ കപ്പാസിറ്റർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്റർ സോൾഡർ ചെയ്തെടുക്കുക. ഇതിൻ്റെ സോൾഡറിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെഗുകൾ കട്ട് ചെയ്ത് കൊടുക്കണം. ലെഗുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടി നിറയെ ഡസ്റ്റാണ്. ഈ ഫാനും ക്ലീൻ ചെയ്ത് ഇവിടെ കുറച്ച് ഒരു ഡ്രോപ്പ് ഓയിൽ ഇവിടെ ഇട്ട് കൊടുക്കാനുണ്ട്. ഈ ഭാഗം ക്ലീൻ ചെയ്തിട്ട് വരാം. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഡ്രോപ്പ് ഓയിൽ ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. ബോർഡ് തിരിച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫാനിൻ്റെ കണക്ഷൻ ഇവിടെ ഈ സോക്കറ്റിൽ കൊടുക്കേണ്ടതാണ്. കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ രണ്ട് കണക്ഷനുണ്ട്. കോയിലിൻ്റെ രണ്ട് കണക്ഷൻ ഈ രണ്ട് സോക്കറ്റായിട്ടുണ്ട്. ഓയിലിൻ്റെ ആർക്ക് ചെയ്ത പിന്നെ നമ്മൾ ഫയൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫയൽ ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കോയിലിൻ്റെ രണ്ട് ടെർമിനലും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഈ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഈ സോക്കറ്റാണ്. ഇത് ഇവിടെ വരും. ഈ സോക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. കോയിൽ സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇവിടെ തെർമൽ പേസ്റ്റ് ഒട്ടുമില്ല, ഡ്രൈ ആയിരിക്കുകയാണ്. ഇവിടെ പേസ്റ്റ് തേക്കാണ്. തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാനലിൻ്റെ കണക്ഷനാണ് കൊടുക്കാനുള്ളത്. അത് ഈ സോക്കറ്റിലെടുത്ത് ഈ പാനൽ ബോർഡും കൂടെ അതിന് കൊടുക്കാനുള്ളത്. ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മളിപ്പോൾ കണക്ഷൻ കൊടുക്കാൻ പോകണം. $1400 ഇരിക്കുകയാണ്. ക്ലിയറാണ്. ഇപ്പോൾ കരിഞ്ഞ മണമൊന്നും ഫീൽ ചെയ്യുന്നില്ല. 1400 ഇടുമ്പോൾ ഇത് 5.5 ആംപിയർ എടുക്കുന്നുണ്ട്. നമ്മൾ ഹീറ്റ് കൂട്ടുവാണെങ്കിൽ ആംപിയർ വീണ്ടും കൂടും. 1800 6 ചില്ലറ ആംപിയർ. 2000 വരെ കൂട്ടാം. 2000 7 ആംപിയർ കറണ്ട് എടുക്കുന്നുണ്ട്.
ഇത് ഓൺ ചെയ്യുമ്പോഴേ കരിഞ്ഞ സ്മെല്ല് വരുന്നെന്നുള്ളതായിരുന്നു കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ്. ഇപ്പോൾ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല, ക്ലിയറായിട്ട് വെള്ളം ഹീറ്റ് തിളയ്ക്കുന്നുണ്ട്.